കുംഭമേള കണ്ടിട്ടുള്ളവരാണ് നിങ്ങൾ, അതും 259 വർഷം ചരിത്ര പാരമ്പര്യമുള്ള. കണ്ടുനോക്കിയാലോ? അതെ ഗൈസ്, നമ്മളിപ്പോൾ പോകുന്നത് 259 വർഷത്തെ ചരിത്ര പാരമ്പര്യമുള്ള മഹാമാഘം അഥവാ കുംഭമേള കാണാനാണ്. ഒന്നും നോക്കിയില്ല, രാവിലെ തന്നെ ഇവൻ ബത്തേരിക്ക് പോകുന്നതുകൊണ്ട് ഇവന്റെ കൂടെ അങ്ങ് കയറി. നല്ല കിടിലൻ തണുപ്പായിരുന്നു. ചുങ്കൻ സ്റ്റാൻഡിൽ കുറച്ചു നേരം പോസ്റ്റായിരുന്നു. അങ്ങനെ ബസ് വന്നു നേരെ കോഴിക്കോടേക്ക്. രാവിലെ ആയതുകൊണ്ടാണ് അറിയില്ല, ഭാഗ്യത്തിന് ചുരത്തിൽ ബ്ലോക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല. അവിടെ നിന്നും നേരെ പ്രൈവറ്റ് സ്റ്റാൻഡിലേക്ക് നടന്നു. നല്ല പൊരിഞ്ഞ വെയിലായിരുന്നു. തിരുനാവായക്കായിരുന്നു പോകേണ്ടത്. എന്നാൽ തപ്പിപ്പിടിച്ച് അവസാനം കിട്ടിയത് കുറ്റിപ്പുറം ബസ്. അങ്ങനെ അതിൽ കയറി യാത്ര തുടർന്നു. കുറ്റിപ്പുറത്ത് നിന്നും നേരെ കുംഭമേളയ്ക്കുള്ള ബസ് ഉണ്ടായിരുന്നു. തിരക്ക് കൂടി വരുന്നത് കണ്ടപ്പോൾ നേരെ ആ ബസ്സിൽ തന്നെ കയറി. തിരുനാവായ എന്ന സ്ഥലത്താണ് ബസ് നിർത്തിയത്. അപ്പോഴേക്കും വിശന്നൊരു പരുവായിരുന്നു. വേറെ കടയൊന്നും അവിടെ ഇല്ലാത്തതുകൊണ്ട് ഒരു ബേക്കറി കയറിയിട്ട് ജ്യൂസും ഒരു പപ്സും കഴിച്ചു. പിന്നെ നേരെ നടക്കാൻ തുടങ്ങി. കുറച്ചു ദൂരം നടക്കാനുണ്ടായിരുന്നു. ഇപ്പോൾ തന്നെ നല്ല തിരക്കുണ്ട്. അപ്പോൾ രാത്രിയാകുമ്പോൾ നല്ല ആളുകൾ തന്നെ ആയിരിക്കും ഇവിടേക്ക് ഒത്തുചേരാനുണ്ടാവുക. ഇവിടെയാണ് ആദ്യത്തെ എൻട്രൻസ് വരുന്നത്. ചെറിയ ആരതി പൂജ ഇവിടെ കാണാൻ സാധിക്കും. മെയിൻ ആയിട്ടുള്ള പൂജ കാണണമെങ്കിൽ ഇനിയും ഒരുപാട് ദൂരം നടക്കാനുണ്ട്. അങ്ങനെ അവിടെ എത്തിപ്പെട്ടു. മുടിഞ്ഞ തിരക്ക്, എവിടെ ഇരിക്കും, എങ്ങോട്ട് പോകുമെന്ന് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. കുറച്ചു നേരം അവിടെ ഇവിടെയൊക്കെ കറങ്ങി പിന്നെ മെല്ലെ വെള്ളത്തിന്റെ ഒരു മൂലയ്ക്ക് പോയി നിന്നു. ഒരു 5 മണി ആയപ്പോഴേക്കും നല്ല തിരക്കായി വന്നു. ഇവിടെ നിന്നാൽ ഒന്നും കാണാൻ പറ്റില്ല എന്ന് കണ്ടപ്പോൾ നേരെ വെള്ളത്തിലേക്ക് അങ്ങ് ഇറങ്ങി. എല്ലാവരും ഇറങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ. പുഴയിൽ ഇറങ്ങിയപ്പോഴാണെങ്കിലോ അരയ്ക്കൊപ്പം വെള്ളം ഉണ്ടായിരുന്നു. വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിപ്പോയി.